മാത്യു ജോസഫ് കോട്ടയ്ക്കാട്, നമ്മുടെ കോട്ടയ്ക്കാട് അപ്പച്ചൻ. ഒരു ദശാബ്ദത്തിൻ്റെ ജീവിതയാത്രാ വഴികളിലൂടെ മേപ്പറമ്പൻ കോട്ടയ്ക്കാട് മത്തായിയുടെയും ഏലിയാമ്മയുടെയും മകനായി 1926 മെയ് മാസം 3-ാം തീയതി ഒരു തിങ്കളാഴ്ച മാത്യു ജോസഫ് ഭൂജാതനായി. 3 സഹോദരിമാർക്കും കൂടിയുള്ള ഏക സഹോദരനാണ് അപ്പച്ചൻ. മറിയാമ്മ ദേവസ്യ അച്ഛൻ കുരുടിയ കുളത്തുതറയിൽ, ഏലിക്കുട്ടി ജോസഫ് മൈലമ്പേലിയിൽ, പെണ്ണമ്മ വർഗീസ് അപ്പക്കോട് എന്നിവർ സഹോദരിമാരാണ്. മാത്യു ജോസഫിൻ്റെ മാമോദീസ ജനനത്തിൻ്റെ 7 ദിവസങ്ങൾക്ക് ശേഷം 1926 മെയ് മാസം 10-ാം തീയതി തിങ്കളാഴ്ച വടയാർ ഉണ്ണിമിശിഹായുടെ നാമധേയത്തിലുള്ള പള്ളിയിൽ വെച്ച് നടന്നു. മാത്യു ജോസഫിൻ്റെ കുട്ടിക്കാലം തൻ്റെ അമ്മ വീടായ വല്ലകത്തുള്ള ഓണാട്ട് വീട്ടിലായിരുന്നു. തൻ്റെ അമ്മാവൻ ഓണാട്ട് വക്കച്ചൻ്റെ ശിക്ഷണത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം വല്ലകം പള്ളിവക സ്കൂളിലായിരുന്നു. ഉത്തമ ക്രൈസ്തവ ശിക്ഷണത്തിൻ്റെയും ആചാരങ്ങളുടെയും ഭാഗമായുള്ള ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേപന സ്വീകരണവും വല്ലകം സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടത്തി. തൻ്റെ മാതാപിതാക്കൾ മാത്യു ജോസഫിനെ പരിശുദ്ധ കന്യാമാതാവിന് അടിമസമർപ്പണവും നടത്തി. മാത്യു ജോസഫിന് 12 വയസ്സുള്ളപ്പോൾ പിതാവ് കോട്ടയ്ക്കാട് മത്തായി ഇഹലോകവാസം വെടിഞ്ഞു. വളരെ ചെറുപ്പത്തിലെ തന്നെ സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട മാത്യുവിൻ്റെ കുടുംബത്തിലെ മുന്നോട്ടുള്ള ജീവിതയാത്ര വളരെ കഠിനവും പ്രയാസങ്ങൾ നിറഞ്ഞതുമായിരുന്നു. സ്വന്തം അമ്മയുടെയും 3 സഹോദരിമാരുടെയും ഉത്തരവാദിത്തങ്ങൾ 12 വയസ്സുള്ളപ്പോൾ തന്നെ മാത്യു ജോസഫിന് തൻ്റെ ചുമലിലേറ്റേണ്ടി വന്നു. കഠിനാധ്വാനത്തിലൂടെ നേടിയ ചെറു സമ്പാദ്യങ്ങൾ ചേർത്ത് വെച്ച് തൻ്റെ സഹോദരിമാരെ വിവാഹം ചെയ്തയച്ചു. തൻ്റെ 20-ാമത്തെ വയസ്സിൽ അമ്മ ഏലിപ്പെണ്ണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹിതനാകാൻ തീരുമാനിച്ചു. അങ്ങനെ കടുത്തുരുത്തി മാമ്പിള്ളിത്തടത്തിൽ ചാക്കോയുടെയും കുഞ്ഞുപെണ്ണിൻ്റെയും മൂത്തമകൾ 14 വയസ്സുള്ള ഏലമ്മയെ കടുത്തുരുത്തി സെന്റ് മേരീസ് താഴ്ത്തുപള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചു. വിവാഹശേഷം ഭാര്യാപിതാവായ മാമ്പിള്ളിത്തടത്തിൽ ചാക്കോയുടെയും ഭാര്യ കുഞ്ഞുപെണ്ണിൻ്റെയും പ്രത്യേക സ്നേഹവാത്സല്യത്തിലും സഹായത്തിലും തൻ്റെ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ ആരംഭിച്ചു. പാടത്തും പറമ്പിലും എല്ലാം കൃഷിപ്പണികൾ ചെയ്തു. സഹായത്തിനായി ഭാര്യാപിതാവ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പാടത്തും പറമ്പിലും കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റുന്നതിനൊപ്പം വരുമാനം കൂട്ടുവാനായി സ്വന്തമായി ഒരു കാളവണ്ടി വാങ്ങിച്ചു. മാത്യു ജോസഫ് ഏലമ്മ ദമ്പതികളുടെ ദാമ്പത്യത്തിൽ വിരിഞ്ഞ ആദ്യ വല്ലരിയാണ് മൂത്ത മകൻ മാത്തച്ചൻ. വ്യാപാര രംഗത്ത് വളരെ ശോഭിച്ചിരുന്ന വ്യക്തിയായിരുന്നു മാത്യു ജോസഫ്. സ്വന്തമായി പുകയില വ്യാപാരത്തിൻ്റെ മൊത്ത വ്യാപാര സ്ഥാപനം നടത്തിപ്പോന്നു. കഠിനാധ്വാനത്തിലൂടെ തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്തിക്കൊണ്ടുവന്നു. മാത്തച്ചന് ശേഷം മാത്യു ജോസഫ് ഏലമ്മ ദമ്പതികൾക്ക് ചാക്കോച്ചൻ, എൽസി, ജോർജ്, ജെയിംസ്, ഷാജി, ബേബി എന്നീ 6 മക്കൾ കൂടി പിറന്നു. 2-ാമത്തെ മകൻ ചാക്കോച്ചനും ഏകമകളായിരുന്ന എൽസിയും വളരെ ചെറുപ്പത്തിലെ തന്നെ സ്വർഗരാജ്യം പ്രാപിച്ചു. 4-ാമത്തെ മകൻ ജോർജ് അബുദാബിയിൽ ഒരു അപകടത്തിൽപ്പെട്ട് 34-ാം വയസ്സിൽ നിര്യാതനായി. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും നിറഞ്ഞ അവസ്ഥകളിൽ പോലും തളരാതെയും വീഴാതെയും ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ടും ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തെ സ്വന്തം അമ്മയായും സഹരക്ഷകയായും കണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു. എല്ലാ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മാത്യു ജോസഫ് ഏലമ്മ ദമ്പതികൾ കഠിനാധ്വാനത്തിലൂടെ തൻ്റെ മക്കളെ വളർത്തി വലുതാക്കി. ഒരു നല്ല കർഷകനും സഹകാരിയുമൊക്കെയായിരുന്നു നമ്മുടെ അപ്പച്ചൻ ചേട്ടൻ. മാന്നാർ 1233 കാർഷിക സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗമായിട്ടും മാന്നാർ ബ്ലോക്ക് പാടശേഖരത്തിൻ്റെ കൺവീനറായിട്ടും പലതവണ ജനസേവനം നടത്തിയിട്ടുണ്ട്. 2015 തന്നോടൊപ്പം ഒത്തൊരുമിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
എപ്പോഴും കൈപിടിച്ച് മുന്നേറിയ തൻ്റെ സഹധർമ്മിണിയുടെ വേർപാട് വളരെയധികം അദ്ദേഹത്തെ വേദനിപ്പിച്ചു. വേർപാടും വേദനകളുമെല്ലാം ദൈവനിയോഗമാണെന്ന ഉറച്ച ബോധ്യത്തിൽ അദ്ദേഹം ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവത്തോട് കൂടുതൽ അടുത്തു. തൻ്റെ വളർച്ചയോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടി സഹായിക്കുവാനും ജോസഫ് കോട്ടക്കാട് ശ്രമിച്ചിരുന്നു. സേവന തൽപരനും മനുഷ്യസ്നേഹിയും കാരുണ്യപ്രവർത്തകനുമായ ശ്രീ ജോസഫ് കോട്ടക്കാട് 2026 മെയ് മാസം 3-ാം തീയതി 100 വയസ്സ് തികഞ്ഞ് 101-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ അപ്പച്ചൻ ചേട്ടൻ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം തുടരുകയാണ്. ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവരുടെയും സ്നേഹാദരവും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന് ലഭിക്കുമാറാകട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 100ാമത് ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാത്യുച്ചേട്ടന് മെൽബൺ രൂപതാ കുടുംബത്തിൻ്റെ പേരിൽ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ പ്രത്യേകവിധമായി നേരുന്നു. നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞാനും ആത്മന പങ്കുചേരുന്നു. മാത്യുച്ചേട്ടനെയും കുടുംബാംഗങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇഞ്ഞാന് എന്ന് അറിയപ്പെടുന്ന ഞങ്ങളൊക്കെ വിളിക്കുന്ന അപ്പൻ ചേട്ടന് 100ാം ജന്മദിനത്തിന്റെ 1000 ആശംസകൾ ഈ നിമിഷം അർപ്പിക്കുകയാണ്. ഇഞ്ഞാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ മനസ്സിലേക്ക് സന്തോഷത്തോടെയാണ് ഇഞ്ഞാനിയുടെ മുഖം തെളിയുക. ഇടവയ്ക്ക് വേണ്ടി ആദ്യകാലങ്ങളിൽ ഒത്തിരിയേറെ അധ്വാനിക്കുകയും ഒരു പള്ളി ഇവിടെ മാന്നാർ വരണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഒത്തിരിയേറെ അധ്വാനിച്ച ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞങ്ങളുടെ ഇഞ്ഞാന. മക്കളെ സ്നേഹത്തോടെ വളർത്തി മക്കളെയെല്ലാം നല്ല നിലയിലാക്കുകയും അവർക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്നേഹമുള്ള ഒരു അപ്പച്ചനെയാണ് ഇഞ്ഞാനയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇഞ്ഞാനയുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ഇടവകയ്ക്കും കുടുംബത്തിനും വർഷിച്ചതുപോലെ ഇനിയും ധാരാളം ഇഞ്ഞാനയുടെ സ്നേഹവും കരുതലുമെല്ലാം അനുഭവിക്കാൻ മക്കൾക്കും ഇടവക ജനത്തിന് സാധിക്കട്ടെ. ആ ചാച്ചൻ്റെ നല്ല സാന്നിധ്യം ഇനിയും ധാരാളമായി ഉണ്ടാകട്ടെ എന്നും ജന്മദിനങ്ങളെ ഇനിയും ആഘോഷിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്നും ആശംസിക്കുന്നു. ഞങ്ങളുടെ കൊട്ടേക്കാട്ട് അപ്പച്ചനെ ഓർക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അപ്പച്ചൻ്റെ അടുത്തേക്ക് വരുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. അപ്പച്ചൻ്റെ കൂടെ ഞങ്ങളായിരിക്കുമ്പോൾ ഒരു ടൈം പാസ് ഞങ്ങൾക്ക് കിട്ടുകയാണ്. എപ്പോഴും അപ്പച്ചൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ ഒത്തിരിയേറെ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കും ചിരിക്കാം, ഒപ്പം അപ്പച്ചനും ചിരിക്കാം. ഞങ്ങൾ വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഈ അപ്പച്ചനോട് കൂടി ആയിരിക്കുന്ന സമയം. അപ്പം ഇവരുടെ മക്കളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ ഭാഗ്യവരാണ് ഈ മക്കള്. കാരണം നല്ലൊരു അപ്പച്ചനാണ് ഈ കൊട്ടേക്കാട്ട് അപ്പച്ചൻ. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒത്തിരിയേറെ നന്മകൾ ചെയ്ത് നാടിനെ ഒത്തിരി നന്മയിലേക്ക് വളർത്തിയ ഒരു അപ്പച്ചൻ, ഇടവക സമൂഹത്തിന് വേണ്ടി രാപകൽ അധ്വാനിച്ച അപ്പച്ചൻ. അത് ഈ മക്കൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇനിയും അപ്പച്ചന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി ജന്മദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. നന്ദി. എൻ്റെ മൂത്ത അളിയൻ, അതായത് എൻ്റെ മൂത്ത പെങ്ങളെ കെട്ടിയ മാന്നാർത്തെ അളിയന് കോട്ടയ്ക്കാട്ട് അപ്പച്ചന് 100 വയസ്സ് തികയുന്ന ഇളവിൽ അദ്ദേഹത്തിന് സകല മംഗളങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു. ആയുരാരോഗ്യവും ദീർഘായുസ്സും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1942 എൻ്റെ പെങ്ങളെ അദ്ദേഹം കല്യാണം കഴിച്ചത്. എന്നെ സെമിനാരിയിൽ കൊണ്ട് വിട്ടതും അദ്ദേഹമാണ്. എല്ലാ കാര്യങ്ങളിലും ബാക്കിയുള്ള അളിയന്മാരുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹം ആദ്യത്തെ അളിയനാണ് മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്.
അദ്ദേഹം സത്യസന്ധനാണ്, പ്രാർത്ഥന അഭിരുചിയുള്ള ഒരു മനുഷ്യനാണ്. അതാണ് ദൈവം അദ്ദേഹത്തെ കൂടുതലും മുന്നോട്ട് കൈപിടിച്ച് ഉയർത്തിയത്. സ്നേഹനിധിയാണ്, കർക്കശക്കാരനാണ്. എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം അതാണ്. എൻ്റെ ഇച്ചാച്ചൻ്റെ കൂടെ നിന്ന് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നതും അദ്ദേഹമാണ്. അതുകൂടാതെ കഠിനാധ്വാനിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് കൂടുതൽ അനുഗ്രഹങ്ങളും വളർച്ചയും ദൈവം അദ്ദേഹത്തിന് കൊടുത്തത്. ഈ 100 വയസ്സ് തികയുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എന്നിൽ നിന്നും വേറിട്ട് പോയ എൻ്റെ ഇച്ചാനും അമ്മച്ചിയും എൻ്റെ മാർഗദർശികളാണ്. അതുപോലെ എൻ്റെ നേരെയുള്ള പെങ്ങള് റോസമ്മ ചേച്ചി തലശ്ശേരിയിൽ വെച്ച് മരണമടഞ്ഞു. പിന്നെ എൻ്റെ ഇച്ചാച്ചൻ മാനാത്തെ അളിയനെ ഒരു മകനെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. ഈ ഇരിക്കുന്ന സ്ഥലമാണ് എൻ്റെ പഴയ തറവാട്. പിന്നെ എൻ്റെ ഓർമ്മ ശരിയായെങ്കിൽ ഞാൻ ഗൾഫിൽ പോയി വരുമ്പോഴത്തേനും ഞങ്ങളെല്ലാവരും കൂടെ, എൻ്റെ പെങ്ങന്മാരും അളിയന്മാരും എല്ലാവരും കൂടെ ഇവിടെ നല്ലൊരു കൂട്ടായ്മയായിരുന്നു. 1.5 മാസത്തേക്ക് ഒരു ഉത്സവമായിരുന്നു. ഞങ്ങളെല്ലാവരും, എൻ്റെ പെങ്ങന്മാരും അളിയന്മാരും എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സ്നേഹിച്ചത് വളരെ ആഘോഷമായിരുന്നു. അന്ന് ആങ്ങളേക്ക് 12 വയസ്സേ ഉള്ളു. എൻ്റെ അപ്പം മരിക്കുമ്പോൾ എനിക്ക് 1.5 വയസ്സേ ഉള്ളു. അന്ന് ആങ്ങളെയാണ് ഞങ്ങളെ വളർത്തിയത്. അമ്മയെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ഞങ്ങൾ 3 പെങ്ങന്മാർ, ഞാൻ ഏറ്റവും ഉള്ളത്. മൂത്ത 2 ചേച്ചിമാരും ആങ്ങളെ ഒന്നേ ഉള്ളു. ഇപ്പം എൻ്റെ ചേച്ചിമാർ 2 മരിച്ചു പോയി. ഇപ്പം ഞാനും ആങ്ങളെയും മാത്രമേ ഉള്ളു. പറമ്പിൽ കൃഷിയായിരുന്നു ഞങ്ങൾക്ക്. ആടും കന്നാലിയും പോത്തും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അവിടെ എൻ്റെ അമ്മയുടെ അപ്പനെ വളർത്തിയത്. അമ്മയുടെ അപ്പൻ വളർത്തിയ അമ്മയുടെ ആങ്ങളെ എല്ലാവരും കൂടെയാണ് എൻ്റെ ആങ്ങളേനെ വളർത്തിയത്. 100 വയസ്സിൻ്റെ ആശംസകൾ. സന്തോഷത്തോടുകൂടെ ഇത്ര നാള് ആങ്ങളേനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ പണ്ട് പോലെ ഞങ്ങൾ വെച്ച് കൂട്ടുകാരെന്ന് വീട്ടിലും പാർട്ടിയിലും എല്ലാം ഒന്നിച്ച് കഴിഞ്ഞു പോകുന്നായിരുന്നു. പണ്ട് ഒരുമിച്ച് ഞങ്ങൾ അവിടെ അപ്പാഞ്ചിറ കുരിശുപള്ളി വളർന്ന് പോയി. ഇവിടെ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം പുള്ളി അതിനെ സഹകരിച്ച് അപ്പോൾ ലാസ്റ്റ് അവസാനം ഗ്ലാസ് ഇടാനൊക്കെ ആയിട്ട് സാമ്പത്തികം ഇല്ലാകുന്നു. അന്നേരം പുള്ളി ഞാൻ കാശ് മുടക്കാം. അപ്പോൾ അതും പറഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി തലയിൽ പോയിരുന്നു. ക്ലാസ്സൊക്കെ കൊണ്ടുവന്നിട്ട് മുകളിൽ കേരള കോൺഗ്രസിൻ്റെ മാണിസാറിൻ്റെ ഉച്ച ആൾക്കാരായിരുന്നു ഞങ്ങൾ 2 പേരും. കാളവണ്ടിയായിട്ട് വരും. അന്ന് ഈ ഏത്തക്കൊലയൊക്കെ ചന്തയ്ക്ക് കൊണ്ടുപോകണത് പുള്ളി ഇവിടെ വന്ന് നിർത്തും. നേരെ കൊലയൊക്കെ കയറ്റി ഇവിടുത്തെ മാന്നാത്തുകാരെ മൊത്തം ശ്രീലങ്കയിലുള്ള കൊലയെല്ലാം കയറ്റി പോകും. പൊട്ടക്കാട്ട് അപ്പഞ്ചേട്ടൻ്റെ 101 പിറന്നാളിന് വേണ്ടിയിട്ട് കൂട്ടുകാരനായ ഒട്ടക്കേരി വക്കച്ചൻ പുള്ളിക്ക് 101ൻ്റെ ആശംസകൾ നേർന്നു. എല്ലാ കാര്യങ്ങളും ആശംസകളും. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുമായിരുന്നു, ഏറ്റവും സ്നേഹമാണ്. ഞങ്ങൾ ഒന്നിച്ച് നടന്ന്, ഒന്നിച്ച് നമ്മൾ പണിത്, ഒന്നിച്ച് കഴിഞ്ഞ് അങ്ങനെ കൂടി നടന്ന ഒരു സുഹൃത്താണ്. ആ സുഹൃത്തിന് 101ാമത്തെ വയസ്സിൽ ഞാൻ ആശംസകൾ നേരിട്ടാണ്. രാഷ്ട്രീയത്തിലെന്ന് പറയുമ്പോഴത്തേന് ഞങ്ങളിപ്പം അന്നും ഇന്നും ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അന്ന് ഒരു രാഷ്ട്രീയമായിരുന്നു, ഇന്നും ആ രാഷ്ട്രീയത്തിൽ തന്നെ. രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചത് തന്നെ. ഞങ്ങൾ പരസ്പരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് കാര്യങ്ങൾ പറയാറുള്ളൂ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറി ഒന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ച് പോത്ത് കൂട്ടി നടന്നിട്ടുള്ളതാണ്. ആ ഒന്നിച്ച് പോത്ത് കൂട്ടി നടന്ന് ഒന്നിച്ച് കഴിഞ്ഞ് ഒന്നിച്ച് ഞങ്ങൾ കയറി. അത് കഴിഞ്ഞൊക്കെയാണ് പഞ്ചായത്ത് കാളവണ്ടി മേടിക്കുന്നത്. ആ കാളവണ്ടി മേടിച്ചാൽ കാളവണ്ടിയുടെ ഏറ്റവും മെയിൻ പരിപാടി ലോഡ് അടിച്ചുകൊണ്ടിരുന്നത് ഞാനാണ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് കൂറുള്ള അപ്പഞ്ചറയാണ്. അന്നേരം അപ്പഞ്ചേട്ടനൊരു കടയുണ്ട്.
ആ കടയിലാണ് ഞങ്ങൾ ഇരുന്ന് മുഴുവൻ സംഭാഷണം. ഞങ്ങൾ അതാണ് 5 പേരോടെ ഉണ്ട്. 5 പേര് ഒരു വെഞ്ചര. 5 തുടങ്ങിക്കഴിഞ്ഞെന്നാൽ എല്ലാം അതിനകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾ പറയും, മുഴുവൻ കാര്യങ്ങളും പറയും. രാഷ്ട്രീയം മുഴുകാൻ ചെയ്യണമെന്ന്, രാഷ്ട്രീയം മുഴുക്കാൻ വെച്ചാൽ ഞങ്ങൾ തീർക്കണേ. അത് കഴിഞ്ഞ് പറഞ്ഞ് തീർന്ന് 5 പേരും പിരിയണത് 9 മണിയാകുമ്പോൾ, രാത്രി 9 മണിക്കാണ് അവിടെ നിന്ന് പിരിയോട്. അത് തിരിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോകും. പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ ബ്ലോക്കിൻ്റെ കാര്യമാണെങ്കിലും ഞങ്ങൾ തമ്മി ഒരു കാര്യം ആലോചിച്ചിട്ട് കയറി കഴിഞ്ഞാൽ ഞങ്ങളെ ഇന്നും വരും. അന്നും വെട്ടിയിട്ടില്ല, ഇന്നും വെട്ടാൻ സഹായിക്കാമല്ലോ. ഒരു നില കൊണ്ട് വെട്ടാൻ ആ തീരുമാനം കൊണ്ടേ പോകാറുള്ളൂ. ഞാൻ ഇപ്പോഴും പോകുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ്. അന്ന് ഞങ്ങളൊരു കെട്ട് ഞങ്ങൾ 4-5 പേര് വന്ന് ചേട്ടാണ് ഞങ്ങൾ ആലോചിച്ച് കയറി പോകണം. അതിൽ പിന്നെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പിന്നെ കയറി ഞാൻ വേണം പറയാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എൻ്റെ പുറകെ സപ്പോർട്ടാണ്. ഞങ്ങൾ പണ്ട് അങ്ങനെ ഒന്നിച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും മുളയും ഞങ്ങൾ മാമാറ് ആയാൻകുടി എല്ലായിടത്തും നടന്ന് ഈ ഓരോ തോട്ടം വേലിക്ക അടച്ച് കച്ചവടം ചെയ്യണം. ഞങ്ങൾക്ക് ഒരു കച്ചവടത്തിൽ നഷ്ടവും വന്നിട്ടാണ്. ഒരു കച്ചവടത്തിൽ മാത്രം ഞാനും കാശ് നഷ്ടം വന്നത്. ബാക്കിയുള്ള കച്ചവടത്തിനൊക്കെ ന്യായമായ കാശ് ഞങ്ങൾക്ക് ലാഭം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ചിലവും പണിയും കഴിഞ്ഞിട്ട് ന്യായമായ കാശുണ്ടായിരുന്നു. അങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ആയാൻകുടി പോയി മുളക് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. വീട്ടുകാരിൽ ഏറ്റവും മൂത്ത് ഞാന ഇപ്പം ഇരിക്കുമ്പോൾ ഏറ്റവും മൂത്തത് ഞാൻ. ഈ കുടുംബക്കാർ എല്ലാവിധ ആശംസകളും ഞാൻ ഓരോ സ്ഥലത്തും പോകുമ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകാറുള്ളത്. കിട്ടി ഒരുപാട് സ്ഥലത്ത് ചെയ്യാറുണ്ടായിരുന്നു ഒന്നിച്ച്. പിന്നെ വെവ്വേറെയായി. കാളവണ്ടി ഉണ്ടായിരുന്നു. ഈ പേരക്ക് സിമിൻ്റെയൊക്കെ ആ കാളവണ്ടിയിലാണ് കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾ ഇപ്പം പാട്ട് കളക്കുകയും എല്ലാ പണിയും ചെയ്തുകൊണ്ടിരുന്നു. ആ മീൻ പിടിക്കാനും പോകുമായിരുന്നു. ഞങ്ങളോടൊക്കെ വലിയ സ്നേഹമാണ്. ഞങ്ങൾക്കും അതുപോലെ തന്നെ. ഞാൻ വന്നത് ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. വന്ന എല്ലാവരെയും വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞേച്ചു പോകും. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ അപ്പച്ചമാപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെ എൻ്റെ അച്ഛനെ പോലുള്ള സ്നേഹമാണ്. ഞങ്ങൾ മതവും രാഷ്ട്രീയമൊന്നും അല്ല ഞങ്ങൾ നോക്കുന്നത്. എനിക്ക് പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പം പോലെ പുള്ളിയുടെ അമ്മയായിട്ടും കുടുംബമായിട്ടും എനിക്ക് അതുപോലെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഹൃദയത്തോടു കൂടി അടുപ്പിച്ചു കണ്ണുനീരോടുകൂടിയാണ് എനിക്ക് ഓർക്കാൻ പറ്റിയ ഒരു കുടുംബ ബന്ധവും കൂടി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സകലവിധമായ ആശംസകൾ. പണ്ട് പരിചയപ്പെട്ട കാലം ഞങ്ങൾ തമ്മിൽ ഉത്തമ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ എല്ലാവിധ ആശംസകളും തരുന്നു. ജന്മദിനാശംസകളും തരുന്നു. 101 കിടന്നു. ആ ഞാൻ 85 ഓർക്കണമല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്. പള്ളിയിലെ അയക്കാരനൊക്കെ ആയിരുന്ന എത്രയായി? 10-75 കാണാം. മോട്ടോർ തലയിൽ മൊഴി കുടിക്കാന്ന് വിളിക്കാം. മൊഴി കുടിക്കാന്ന് വിളിക്കാമല്ലോ. അത് ശരിയാണ്. ഒന്നും കുഴപ്പമില്ല. ഒക്കെ ഡീസന്റ് ആയിട്ടിരിക്കണം. ദൈവാധീനം കൊണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾ പോവുകയാണ്. പുള്ളിയെ കയ്യെ പിടിച്ച കണ്ടില്ലേ? പുള്ളിയെ വന്ന് നമുക്ക് കണ്ടാൽ പുള്ളിക്ക് വളരെ സന്തോഷം തോന്നുന്നു. 101 വയസ്സിലേക്ക് കടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇഞ്ഞാഞ്ഞിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയുള്ള ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഇഞ്ഞാഞ്ഞ. അനുഗ്രഹപ്രദമായ 100 വയസ്സ് പൂർത്തിയാക്കി 101 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇഞ്ഞാഞ്ഞിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. സർവശക്തനായ ദൈവം ഇനിയും അനേകം ജന്മദിനങ്ങൾ ആഘോഷിക്കുവാനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഇഞ്ഞാഞ്ഞ. 100 വയസ്സ് പൂർത്തിയാക്കി 101 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഹാപ്പി ബർത്ത്ഡേ ഇഞ്ഞാഞ്ഞ. ഈശോ 101 വയസ്സൊക്കെ ആയി. ചെറുപ്പക്കാരനായിരിക്കാണ്. എന്നെ മനസ്സിലായോ? ഞാൻ ഒക്കത്തന്റെ ഓനാട്ട്
ഒക്കത്തന്റെ ബഹണ മകനായി. ഇപ്പൊ 101 വയസ്സായി. ഞാനും പഠിച്ചതാ. അതെങ്ങനെ പഠിച്ചത്? പുള്ളി പഠിപ്പിച്ചതാ. പുള്ളിയുടെ പെങ്ങടെ മകനാ ഒലയാണ്ട്. ആ പുള്ളിക്ക് അപ്പൊ പാരമ്പര്യമായിട്ട് വായിക്കുന്നവരാണോ? ഒലയാറ്റ് ഒക്കത്തൻ ശരി. അറിയരുത്. ആയുഷ്മാൻ ഭവ. ഒരുപാട് മാറ്റം വന്നു. 3ാം ക്ലാസ് 3ിലോട്ട് ജയിച്ചപ്പോ പോയി. 1ഉം 2ഉം പഠിച്ചുള്ളു. 3ാം ക്ലാസ്സിലോട്ട് ജയിച്ചപ്പോ ഞാൻ 3ാമത്തോട്ട് പോയി. നാഥനെ ഉലകിൻ ആദിയേരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും എന്റെ അമ്മ വീടാ വല്ലതും. വല്ലത് വായനക്കാരൻ പിടിയിൽ വായിക്കുന്നവൻ എന്റെ അമ്മവനാ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ. ഭക്തന്മാരിൽ നിന്നു ജാതനായി പ്രഭകണ്ട ഞങ്ങൾ പഠിച്ച വഴിയെ പുതിയ ഇടയനായി തീർന്ന മാരകാനം കാലമണത്തിൽ ജീവിച്ചെല്ലുവാൻ നല്ലൊരു ജ്ഞാനകാലമണത്തിൽ അതിജീവിച്ചെല്ലുവാൻ വണ്ടി കിടപ്പാണ്. വണ്ടി ഇവിടെ കിടന്നുകൊണ്ട് ഉണ്ടാവും. ഈ പുള്ളിനെ അറിയോ? ഞാൻ കാണുന്ന ആളാണെന്ന് നോക്കട്ടെ. എന്താ ഒന്നേ കാളവണ്ടി കൊള്ളാല്ലേ? എനിക്ക് ലക്ഷക്കണക്കിന് വേണ്ട. എനിക്ക്
എനിക്ക് രൂപയും കിട്ടി. കാളവണ്ടി അടിക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി. കോൾമേരം മാറിയോ? ഞാൻ വീഡിയോ അപ്പൊ എങ്ങനെ എപ്പോഴും ഈ കാളവണ്ടി വരാൻ കഴിയും? അല്ല പണിയുടെ പൈസ അല്ല നോട്ടാ. എനിക്ക് നോട്ടുണ്ടായതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 30 കൊല്ലത്തോളം ഉപയോഗിച്ച് ആ വണ്ടിയല്ല ഇത്. എന്റെ വണ്ടിയുടെ ഭാഷണൊക്കെ ഇതൊക്കെ, പക്ഷേങ്കിൽ അതല്ല വണ്ടി. കോൾമണ്ണം മരം മാറിയപ്പോ പൊന്നിയും പറി. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതല്ല കാളവണ്ടിയുടെ കാര്യം. കാള രണ്ടേ ഉള്ളു. ഏത് ലോഡും കൊണ്ടുപോകുന്നേ. ഇതിൽ നിറച്ച് ലോഡ് കയറ്റിയാൽ പിന്നെ വണ്ടിയൊക്കെ മാറി. ഇതൊന്നും ചെറിയ കപ്പാസിറ്റി ഇല്ല, വണ്ടിയൊക്കെ മാറിപ്പോയി. ഞാൻ കാലുണ്ടാക്കി എനിക്ക് ദൈവം തമ്മിലാണ് തന്നതാ. 10-40 കൊല്ലം ഓടിച്ച് ഞാൻ. ഞങ്ങള് കിഴക്കോശം വിദേശരാജ കടിച്ചുരുച്ചി. ഇതിനെ കെട്ടി ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്ന കാള ഞാൻ ആന കയറ്റിക്കൊണ്ട് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചരക്കൊക്കെ ഞാൻ കയറ്റിയെടുക്കും. ലോറിയെ കൊണ്ടുപോകണ വണ്ടിയെ കൊണ്ടുപോകാം. മാറ്റി ദിവസം കോട്ടച്ചാട്ട ഹൗസ് മാന്നാർ കൂടിക്കൊരു പിയ്യോ. മാന്നാറിൽ പിറന്നവൻ അപ്പാഞ്ചിറയിൽ ജീവിച്ചവൻ നമ്മുടെ അപ്പച്ചൻ ചേട്ടൻ ജോസഫ് കൊട്ടക്കാട്ട്. ഒന്നോമന പുത്രൻ നീ നന്മയുടെ പേരായി ഓരോ ദിനവും തെളിയുന്നു കരളിൻ വിളക്കായി. ഇഞ്ചാജയുടെ ജീവിത സഖിയായി അനുഗ്രഹത്തിൻ വീടായി. 100 ജന്മദിനങ്ങൾ 100 ജന്മദിനങ്ങൾ അപ്പച്ചൻ ചേട്ടൻ 100 ജന്മദിനങ്ങൾ. ജോസഫ് കൊട്ടക്കാട്ടിനി സർവ നന്മകളും നിത്യസന്തോഷം നിറയട്ടെ ഈ വീട്ടിൽ എന്നും. 100 ജന്മദിനങ്ങൾ 100 ജന്മദിനങ്ങൾ. ജോസഫ് കൊട്ടക്കാട്ടിനി സർവ നന്മകളും നിത്യസന്തോഷം നിറയട്ടെ
ഈ വീട്ടിൽ എന്നും 100 ജന്മദിനങ്ങൾ 100 ജന്മദിനങ്ങൾ. നാം ഒരു നാൾ കുരുന്നുകളായി വീഴാതെ നടന്നിടവേ സ്നേഹമാരിയിൽ നനഞ്ഞു പോകവേ ചിരിയായി കളിയായി മൊഴിയായി തഴുകി നീ മെല്ലവേ മിഴിയിൽ മിഴിയിൽ നിലവായി പൊഴിയുന്നു തമ്മിലായി ആയിരം കിനാവുകളാൽ നാം ഒന്നു ചേർന്നു നേതോരാ തൂവാല പോ